ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിത ചന്ദ്രനെയും കാത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിതയുടെ അമ്മ വിശാലാക്ഷി വന്ന് ചോദിക്കുകയാണ്, മോളെ നീ വാ ഭക്ഷണം കഴിക്കാം, നീ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചന്ദ്രേട്ടൻ വന്ന് കഴിച്ചോളാം അമ്മയെന്ന് പറയുമ്പോൾ, ചന്ദ്രൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്താ നീ ഒന്ന് വിളിച്ചു നോക്ക്, ഇനി എങ്ങാനും മാണിക്യമംഗലത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും വയ്യ വിളിക്കാൻ, ഇഷ്ടമുള്ളവരൊക്കെ വരട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ. നീ ഇങ്ങനെ വാശി പിടിച്ചാലോ മോളെ, നീ ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട, ഞാൻ ആരെയും വിളിക്കുന്നില്ല, വരുന്നവർ വരട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും അവിടെ നന്ദിത ഒന്നും മിണ്ടാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കാൻ കേട്ടോ. ഈ സമയത്ത് നന്ദിതയുടെ മോളുടെ അടുത്തേക്ക് വിശാലാക്ഷി ചെന്നിട്ട് പറയണം, മോളെ അമൃത നീ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ട മുത്തശ്ശി എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയരുത്, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അമ്മ ഇതുവരെ നിന്നെ അടിച്ചതും പെരുമാറിയതും ഉപദേശിച്ചതൊക്കെ എന്നങ്ങ് പറയുമ്പോൾ, അപ്പോൾ ഞാൻ എന്താ ചീത്തവളാണെന്നോ മുത്തശ്ശി പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ എന്ന് പറയും. അങ്ങനെ പറയാതെ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അതിൽ നിന്നും മനസ്സിലാവില്ലേ, എന്നെ ആരും വിളിക്കണ്ട, എന്നെ ആരും ഉപദേശിക്കുകയും വേണ്ട, ഒന്ന് പോയി തരാമോ, ശല്യം എന്നങ്ങ് പറയട്ടോ. അത് കേട്ടതോടുകൂടി വിശാലാക്ഷിക്ക് നല്ല വിഷമമുണ്ട്, മോൾക്കിപ്പം മുത്തശ്ശി ഒരു ശല്യമായി അല്ലേ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ അമൃത അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദിത വരികയാണ് കേട്ടോ. അമൃതയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട്, അപ്പോൾ എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം എന്നങ്ങ് ചോദിക്കുമ്പോൾ, അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ അമ്മേ, നിനക്ക് ഇത്ര അഹങ്കാരമോ, നീ എന്തിനാടി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും, നിനക്ക് എവിടേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയിക്കൂടെ, നീ ഞങ്ങളെ അനുസരിക്കാൻ പറ്റാത്തവർ അങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറയട്ടോ. അപ്പോഴും ഒന്നും മിണ്ടാതെ അമൃത ദേഷ്യം പിടിച്ച് അവളുടെ നിൽപ്പ് കണ്ടില്ലേ, എന്താ അവളുടെ അഹങ്കാരം, നീ എന്തിനാടി ഇങ്ങനെ അഹങ്കരിക്കുന്നത്, അതിന് മാത്രം ഒന്നും നീ വളർന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓരോ ധിക്കാരത്തിന് ഓരോന്ന് പറയുമ്പോൾ വിശാലാക്ഷി പറയാണ്, നന്ദിത നിന്നെ ആരാ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ട് വന്നോളൂ, നീ അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ ഉപദേശിച്ച് നന്നാക്കിക്കോ, ഇവളൊന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല, അമ്മയ്ക്ക് എന്നെ വളർത്തി വലുതാക്കിയത് അമ്മ തന്നെയല്ലേ, എന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടോ, അമ്മ മോളെ നോക്കി പേരക്കുട്ടി എന്താ നല്ല സ്വഭാവത്തിൽ വളർന്നു, അമ്മ ഞങ്ങളൊന്നും ഇങ്ങനെ വളർത്തി വലുതാക്കുമ്പോൾ ഞങ്ങളാരും ഇതുപോലെ ആയിരുന്നില്ല, ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇവൾ പറയുന്ന ഓരോ വാക്കുകൾ കേട്ടില്ലേ അമ്മയെന്നൊക്കെ പറയുമ്പോൾ വിശാലാക്ഷി പറയും, നീ അങ്ങ് പോയ മോളെ, ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് നന്ദിതയെ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ വിശാലാക്ഷി വീണ്ടും അമൃതേനെ ഓരോന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളോടല്ലേ പറഞ്ഞത് ശല്യം, ഒന്ന് ഇവിടുന്ന് പോയി തരാമോ എന്നങ്ങ് പറയണം കേട്ടോ. എന്നിട്ട് അമൃത തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അത് കേട്ടപ്പോൾ അത് വിശാലാക്ഷിക്ക് നന്നായിട്ട് തന്നെ വിഷമം വരിക കേട്ടോ. ഇത്രയും വലിയ വാക്കുകളൊക്കെ അമൃതയുടെ വായിൽ നിന്ന് വരുമ്പോൾ അത് വല്ലാതെ മനസ്സിനെ അങ്ങ് മുറിവേൽപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് തന്നെ അവിടെ നന്ദിത അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടാവും. വിശാലാക്ഷി വിഷമിക്കുന്നതും വിശാലാക്ഷിയുടെ കണ്ണിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ മോളുടെ ഈ ഒരു പെരുമാറ്റം കാരണം. അപ്പോൾ നന്ദിതയ്ക്ക് ഒന്നും പറയാനാവാതെ നന്ദിതയും ആകെ വിഷമിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി നിൽക്കാൻ കേട്ടോ. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് തന്നെ നന്ദിതയ്ക്ക് ഇനി അത് അധികം ഒരു വിഷമം ആവണ്ട എന്ന് കരുതിയിട്ട് വിശാലാക്ഷി അവിടുന്ന് തലയും താഴ്ത്തിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് അമൃത നേരെ വിഷ്ണു എന്ന് പറഞ്ഞ ആ പയ്യനെ അങ്ങ് ചാറ്റ് ചെയ്യാൻ കേട്ടോ. ആരും കാണാതെ തന്നെ ചാറ്റ് ചെയ്തിട്ട് പറയാണ്, എനിക്ക് നിന്നെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് കാണണം, നീ ഇവിടേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ടാവും കേട്ടോ ചാറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഇവൾ ചാറ്റ് ചെയ്യുന്നത് കണ്ടും കൊണ്ടാവും നന്ദിത വരുന്നുണ്ടാവുക. അങ്ങനെ നന്ദിത അവിടുന്ന് അങ്ങ് ഫോൺ വാങ്ങുന്ന ആ സമയം കേട്ടോ, ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് അമൃതയുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങണം. അപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ആ വിഷ്ണു പറഞ്ഞ പയ്യൻ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, നിൻ്റെ വീടിൻ്റെ മുൻവശത്തുണ്ട്, നീ ഒന്ന് കതക് തുറക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞും കൊണ്ടാവും കേട്ടോ ചാറ്റ് ചെയ്ത്. അത് കണ്ടതോട് കൂടിയിട്ട് നന്ദിതയുടെ ക്ഷമ അങ്ങ് നശിക്കാൻ കേട്ടോ. എന്നിട്ട് നന്ദിത, ആരാടി നീ ഇപ്പോൾ അവനെ ഇവിടേക്ക് വിളിച്ച് വരുത്തി, നിനക്ക് ഇത്രയ്ക്കധികം ധൈര്യമോ എന്നും പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് നന്ദിത അമൃതേനെ അങ്ങ് അടിക്കാൻ കേട്ടോ. അപ്പോൾ ആ സൗണ്ടും കേട്ടിട്ട് വീണ്ടും വിശാലാക്ഷി വരും, എന്തിനാ മോളെ നീ ഇങ്ങനെ ഈ പെണ്ണിനെ തല്ലുന്നത് എന്ന്, അമ്മ കണ്ടോ ഇവളെ ആരെയാണ് വിളിച്ചു വരുത്തുന്നത്, ആ പയ്യനെതാ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അവനെതാ നമ്മളെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് അത്ര എന്നൊക്കെ പറയട്ടോ. എന്ത് അതെ അമ്മേ, നോക്ക് ഇങ്ങനത്തെ ഇവളെയാണോ അമ്മ ഉപദേശിച്ചിട്ടും നന്നാക്കാം എന്ന് പറയുന്നത്, തല്ലണ്ട എന്നൊക്കെ പറയും, ഇവളെ തല്ലല്ലേ, ഇവളെ കൊല്ലുക വേണ്ട, ഇങ്ങനത്തെ ഒരു മോളെ എനിക്ക് വേണ്ട, ഇവളെ ഞാൻ ഇന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യട്ടോ. ആ സമയത്താവും വിഷ്ണു അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വേറെ ഒരു പയ്യനെയും കൂട്ടിയിട്ട് ബൈക്കിൽ അങ്ങ് വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ തന്നെ
തന്നെ അമൃതയുടെ റൂമിലേക്ക് അങ്ങ് കതകിൻ്റെ അവിടേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അമൃതയുടെ ആ ഒരു ജനലിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് ജനലിൻ്റെ അവിടെ അങ്ങനെ കുട്ടി വിളിക്കുകയാണ് കേട്ടോ. ഞാൻ വന്നിട്ടുണ്ട്, കതക് തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അമൃത ഞാൻ എത്തി, ഞാൻ വിഷ്ണു ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കതക് തട്ടണം കേട്ടോ. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് കണ്ടോ അവൻ എത്തി, അവൻ അതാ കതകിലൊക്കെ തട്ടുന്നു എന്നും പറഞ്ഞിട്ട് നേരെ നന്ദിത അങ്ങ് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നന്ദിതയെ കണ്ടതോടുകൂടി വിഷ്ണു അങ്ങ് ആ ഇരുട്ടത്ത് കൂടെ അങ്ങനെ ഓടിപ്പോവാണ്. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, നിൽക്കടാ അവിടെ, ആരാടാ നീ, നിൽക്കടാ, നിന്നോടല്ലടാ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വിശാലാക്ഷി പുറത്തേക്ക് വന്നിട്ട്, മോളെ നീ എങ്ങോട്ടാണ് ഈ രാത്രിയിൽ, അവിടെ ആരുമില്ല, അവിടെ ഇരുട്ടല്ലേ, നീ എന്താ ഈ പറയുന്നത്, നിനക്ക് തോന്നുന്നതാണ്, നിനക്ക് എന്താ ഭ്രാന്തായോ എന്നൊക്കെ അങ്ങ് പറയട്ടോ. അപ്പോൾ എനിക്ക് ഭ്രാന്തായി അമ്മേ, കണ്ടില്ലേ ആ ചെക്കനാണ് വന്നത്, എന്നിട്ട് അവൻ ഓടിപ്പോകുന്നത് കണ്ടില്ലേ, എന്നിട്ടും അമ്മ കാണാത്തതുപോലെ, ഞാൻ കണ്ടില്ലല്ലോ എന്നങ്ങ് വെറുതെ വിശാലാക്ഷി നന്ദിത ടെൻഷൻ ആവണ്ട എന്നും കരുതിയിട്ട് അങ്ങ് പറയട്ടോ. അമ്മയ്ക്ക് എന്താ കണ്ണും കാണില്ലേ, അവനാണ് ആ പോകുന്നത്, ഇരുട്ടത്ത് കൂടെ കണ്ടില്ല അവൻ ഓടിപ്പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങ് അകത്തേക്ക് വന്ന, നിനക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് വിശാലാക്ഷി നന്ദിതയുടെ കൈ അങ്ങ് പിടിച്ചിട്ട് അകത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അമ്മ, അവൾ മൊട്ടിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല, 10ാം ക്ലാസ് പോലും കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് ഇങ്ങനത്തൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കുന്നത് എന്നും പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് ഉപദ്രവിക്കാൻ നോക്കുകയാണ് അമൃതനെ. അപ്പോൾ അമൃത പറയും, ഈ അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ എന്നും പറഞ്ഞിട്ട് ഒരു മൈൻഡും ചെയ്യാതെ ഒരു കൂസലും ഇല്ലാതെ അമൃത അങ്ങ് അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല വിഷമം പോലെ തന്നെ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രൻ അവിടേക്ക് ഈ ബഹളം കേട്ടിട്ട് വരികയാണ് കേട്ടോ. എന്താ ഇവിടെ, എന്താ പ്രശ്നം, ആ ചന്ദ്രേട്ടൻ ഒന്നും അറിയണ്ടല്ലോ, പാതിരാത്രി അങ്ങ് കയറി വന്നാൽ മതി, സ്വഭാവ ഗുണം കണ്ടില്ലേ മോളെ, എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് വല്ലതും ആ ചന്ദ്രേട്ടൻ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിത, എനിക്കിപ്പോൾ അതൊന്നും കേൾക്കാൻ പറ്റിയ ആ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നങ്ങ് പറയട്ടോ. എന്താ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്കെന്താ മനസ്സിലാവായിക, എന്താണാവോ നിങ്ങൾക്കിപ്പോൾ മാനസികാവസ്ഥയ്ക്ക് ഇത്രയ്ക്കധികം തകരാറ്, അതെ നിന്നോട് പറഞ്ഞാൽ നിനക്കത് വിഷമമാവോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ്, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ മരിച്ചു എന്നങ്ങ് പറയട്ടെ. അത് കേട്ടതോടുകൂടി നന്ദിത ആകെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. വിശാലാക്ഷിയൊക്കെ അങ്ങ് ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ എന്ത് ചന്ദ്രേട്ടൻ പറഞ്ഞ്, അതെ ഇന്നാണ് അമ്മ ഇങ്ങനെ മരിച്ചു എന്നും പറഞ്ഞിട്ട് ഒരാൾ വന്നിരുന്നു, എന്നിട്ട് അമ്മയുടെ ചിതാഭസ്മമൊക്കെ വീട്ടിൽ കൊടുന്നിട്ടുണ്ട്, എന്നോട് ഇക്കാര്യം പറഞ്ഞത് അജയനാണ് എന്നൊക്കെ അങ്ങ് പറയട്ടോ. എന്നിട്ട് അവിടേക്ക് പോയി, ഇല്ല ഞാൻ അവിടേക്കൊന്നും മാണിക്യമംഗലത്തേക്കൊന്നും പോയിട്ടില്ല, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് ഇപ്പം ഞാൻ ഇവിടേക്ക് വരുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് കേട്ടതോടുകൂടി ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്ദിത നേരെ കാവേരിയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് കാവേരിയോട് ചോദിക്കുകയാണ്, ഞാൻ അറിഞ്ഞത് എന്താ അവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കേണ്ട. അതേ മോളെ, നീ അറിഞ്ഞത് സത്യം തന്നെയാണ്, അമ്മ മരിച്ചു എന്നങ്ങ് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് പൊട്ടിക്കരയാൻ കേട്ടോ. അപ്പോൾ ഇത് ആരാ പറഞ്ഞത് എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ ഒരു സന്യാസി ഇവിടേക്ക് വന്നിരുന്നു, അയാളാണ് ചിതാഭസ്മവുമായിട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കും, അത് സന്യാസി തന്നെയാണോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇനി വിശ്വേട്ടൻ ഇറക്കിയ ആളാണെങ്കിലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ വിശ്വേട്ടൻ എന്തിനാ അതിൻ്റെ ആവശ്യം, അല്ല ഞാൻ പറയട്ടെ ചേച്ചി, അന്ന് അച്ചമ്മ മരിച്ചു എന്ന് പറഞ്ഞു, എന്നിട്ട് ചിതാഭസ്മവുമായി വന്നു, പക്ഷേ അച്ചമ്മയുടെ ബോഡി ഇതുവരെയും കിട്ടിയോ, ഇല്ലല്ലോ, അതേപോലെ അമ്മ മരിച്ചു എന്ന് വിശ്വേട്ടൻ വെറുതെ വരുത്തി തീർക്കുന്നതാണെങ്കിലോ, വിശ്വേട്ടൻ ഇറക്കിയ സന്യാസിയാണെങ്കിലോ, അങ്ങനെ ഒരു സന്യാസി വരാനും അമ്മയുടെ ബോഡി ഇതുവരെയും കണ്ടിട്ടുമില്ല, പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും, എനിക്ക് തോന്നുന്നില്ല എന്നങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ കാവേരിക്കും ഒരു ചെറിയ സംശയം വരികയാണ് കേട്ടോ. അപ്പോൾ കാവേരിയോ പറയാണ്, അല്ല വിശ്വേട്ടൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നന്ദിത, ഇപ്പോൾ വിശ്വേട്ടൻ പഴയ ആളല്ല എന്നങ്ങ് പറയും, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കിതെന്താണാവോ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അമ്മ മരിച്ചു എന്നുള്ളതും അച്ഛമ്മ മരിച്ചു എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അത്രയ്ക്കാണ്ട് വിശ്വാസം പോരാ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ അങ്ങ് വരിക കേട്ടോ. എന്നിട്ട് വിശ്വനാഥനെ കണ്ടതോടുകൂടി കാവേരി ഒന്നങ്ങ് പതറുകയാണ് കേട്ടോ. അപ്പോൾ ആരാണത് ഫോണിൽ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അത് വിശ്വേട്ട എന്നങ്ങ് പറയും, ആരാന്ന് നിന്നോട് ചോദിച്ചതല്ലേ, അത് വിശ്വേട്ടൻ നന്ദിതയാണ് എന്ന് പറയും. നീ ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് അറിയിക്കൽ തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിത എന്നുള്ള ആ പേര് പറഞ്ഞതോടുകൂടി കാവേരിയുടെ കരണം പൊട്ടിക്കുകയാണ് കേട്ടോ. ഒരടി അങ്ങ് കൊടുക്കുകയാണ് വിശ്വനാഥൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടും ഇങ്ങനെ നന്ദിത കേൾക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്ദിത ആരോ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നന്ദിത
നന്ദിതക്ക് മനസ്സിലാവുകയാണ്. അപ്പം നന്ദിത ഹലോ ഹലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ കാവേരി അവിടെ നിൽക്കണ്ട. അപ്പോൾ നന്ദിത പിന്നീട് ഫോണ് കട്ടാക്കുകയാണ്. എന്നിട്ട് പറയാണ്, വിശ്വനാഥൻ നീ എന്തിന് എൻ്റെ അമ്മ മരിച്ചത് എല്ലാവരെയും വിളിച്ചറിയിച്ചു? എൻ്റെ അമ്മയാണത്, ആരുടെയും അവകാശത്തിന് ഞാൻ വിട്ടു തരില്ല. അത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ മരിച്ചത് ആരെയും അറിയിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ അങ്ങ് പറയട്ടെ. അവളതിന് വേറൊരു വീട്ടിലെ ആളല്ലല്ലോ, ഈ വീട്ടിലെ അംഗം തന്നെയല്ലേ. അതൊന്നും എന്നോട് പറഞ്ഞു. നീയും ബാക്കിയുള്ളവർ ഒന്നും തന്നെ എൻ്റെ ആരും തന്നെയല്ല. എൻ്റെ അമ്മ മാത്രമാണത്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരെയും വിളിച്ച് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ ജനനിയോടും ഹരിയോടും പറയണ്ടേ. ജനനിയും ഹരിയും ആരാണ്? എൻ്റെ ആരുമല്ല, എൻ്റെ അമ്മയുടെ ആരുമല്ല. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ആരും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭ്രാന്തനെ പോലെ തന്നെ വിശ്വനാഥൻ അങ്ങ് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ കാവേരിക്ക് തന്നെ ഇതെന്തൊക്കെയാണ് വിശ്വട്ടാ ഈ പറയുന്നത് എന്ന് പറയും. അതെ, വിശ്വനാഥൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ നീയും ഈ ഭൂമിയിലൊന്നും വെച്ചേക്കില്ല നിന്നെയാണെന്നും പണ്ട് അങ്ങ് ചാടി തുള്ളിയിട്ട് തന്നെ വിശ്വനാഥൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്താവും അവിടേക്ക് അജയൻ അങ്ങ് വരികയാണ്. അപ്പോൾ അജയനോട് മൈഥിലി ചോദിക്കുകയാണ്, എവിടെയായിരുന്നു അജയേട്ടാ? ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ചന്ദ്രേട്ടനെ കാണാൻ വേണ്ടി പോയതാണ്. അമ്മ മരിച്ച വിവരം ചന്ദ്രേട്ടനോട് പറഞ്ഞു എന്നങ്ങ് പറഞ്ഞ് അങ്ങോട്ട് തിരിയുന്ന സമയത്തേക്കും വിശ്വനാഥൻ അവിടെ നിന്നൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ നീ ചന്ദ്രനോടും പോയി പറഞ്ഞു? എൻ്റെ അമ്മ മരിച്ചത് പറയാൻ നിനക്ക് എന്താണ് അവകാശം? അത് എൻ്റെ മാത്രം അമ്മയാണ്, എൻ്റെ സ്വന്തം അമ്മയാണ്. നീ എന്തിന് അവരോടൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിശ്വനാഥൻ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അജയൻ്റെ കരണക്കുറ്റി നോക്കി വീണ്ടും ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ എന്തിനാ വിശ്വട്ടെ എന്നെ ഇപ്പോൾ അടിച്ചത് എന്ന് ചോദിച്ചു. നിന്നോട് ആര് പറഞ്ഞു എൻ്റെ അമ്മ മരിച്ച വിവരം അവരോട് പോയി പറയാൻ എന്നും പറഞ്ഞിട്ട് വിശ്വനാഥൻ അങ്ങ് ദേഷ്യപ്പെടണ്ട. എന്നിട്ട് വിശ്വനാഥൻ അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ കാവേരി പുറകിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കാവേരിക്ക് ഇത് എന്താ ഈ വിശ്വേട്ട ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിൽ സംശയത്തോടു കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയനോട് ചോദിക്കുകയാണ് മൈഥിലി, ഇങ്ങേർക്ക് എന്താ ഇത് വെറുതെ അടിക്കുകയാണ്? അപ്പോൾ അജയൻ മൈഥിലിയോട് പറയണം, അങ്ങേർക്ക് വട്ടായി എന്നാ തോന്നുന്നത്, എന്തേലാവട്ടെ എന്നും പണ്ട് തിരിയുന്നത് നേരെ കാവേരിയുടെ മുഖത്തേക്ക് അങ്ങ് തിരിയാൻ കേട്ടോ. അപ്പോൾ കാവേരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ അജയനെ നോക്കുന്നുണ്ട്. അപ്പം മൈഥിലി ഇങ്ങനെ നോക്കുക കേട്ടോ. മൈഥിലി എന്നിട്ട് അജയേട്ട ഇങ്ങോട്ട് വന്നേ എന്നും പണ്ട് അജയൻ്റെ കൈ പിടിച്ചിട്ട് മൈഥിലി അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ കാവേരിക്ക് വിശ്വനാഥൻ്റെ ഈ ഒരു പെരുമാറ്റത്തിൽ ഒരു ചെറിയ സംശയം പോലെയൊക്കെ അങ്ങനെ തോന്നുകയാണ്. നന്ദിത പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നുള്ള കാര്യത്തിൽ. പിന്നീട് സുനീഷിനെ കേട്ടോ കാണിക്കുക. സുനീഷ് ഒരു വീട്ടിൽ ഇങ്ങനെ കളക്കാനൊക്കെ പോയിട്ടുണ്ടാവും, പറമ്പ് പണിക്കൊക്കെ പോയിട്ടുണ്ടാവും. ആ സമയത്താവും സുഗുണനെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഹൈമാവതി അമ്മ മരിച്ചു എന്നുള്ള കാര്യം കേട്ടതോടുകൂടി സുനീഷ് തന്നെ ആകെ അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ. അതുകൊണ്ട് സുനീഷ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയം കമലാക്ഷിയോട് പറയുകയാണ് ഇങ്ങനെ ആതിരക്കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവളെ ഇങ്ങ് വിളിക്കുക അമ്മയെന്ന് പറയട്ടെ. അപ്പോൾ ആതിര അവിടേക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേട്ട് ആതിര നിനക്ക് വിഷമമൊന്നും വരരുത്, എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ നീ ബഹളം വെക്കുകയൊന്നും ചെയ്യരുത് എന്നങ്ങ് പറയാണ്. നിൻ്റെ അമ്മ ഹൈമാവതി അമ്മ മരിച്ചു എന്നങ്ങ് പറയട്ടെ. അത് കേട്ടതോട് കൂടിയിട്ട് ആതിര തന്നെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. ആതിര സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്.